എല്ലാ സന്ദർഭത്തിലും കളവ് പറയുന്നത് പോലെ ദുരന്തത്തിൽ കാണാതായവരെ സംബന്ധിച്ചുള്ള ധനസഹായം അത് വളരെ വ്യക്തമായിട്ട് വേറൊരു കാര്യമാണ്. 7 വർഷം കാത്തിരിക്കണമെന്നാണ് സതീശൻ പറഞ്ഞത്. അതായത് ഒരാളെ കാണാതായാൽ അവർക്ക് മരിച്ചു എന്ന രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കേരളത്തിൽ ഇതുവരെ 7 വർഷം കാത്തിരിക്കണം. എന്നാൽ മാത്രമേ ആനുകൂല്യം കൊടുക്കാൻ സാധിക്കുള്ളൂ. അത് ഞാൻ മാറ്റുകയാണ് എന്നാണ്, ചരിത്രത്തിൽ ആദ്യമായി ഞാനിത് മാറ്റുന്നു എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. ഇത് ശുദ്ധ അസംബന്ധ പ്രഖ്യാപനമാണ്. ഒരു മുഖ്യമന്ത്രി അതിൻ്റെ ഗൗരവത്തിൽ പറയേണ്ട കാര്യം ഇങ്ങനെ അവതരിപ്പിച്ചാൽ എന്താ നമുക്ക് പറയാൻ പറ്റുക? 2017 ഓഖി ദുരന്തത്തിന് പിന്നാലെ അന്നത്തെ LDF ഗവൺമെൻറ് ഈ നിബന്ധനയിൽ ഇളവ് വരുത്തി കാണാതായ ആളുകളുടെ കുടുംബങ്ങൾക്ക് മാസങ്ങൾക്കകം, കാത്തിരുന്നിട്ടൊന്നുമില്ല, മാസങ്ങൾക്കകം ധനസഹായം നൽകുന്ന നില സ്വീകരിച്ചു. ഇത്തരത്തിൽ 33 കുടുംബങ്ങളുണ്ടായിരുന്നു. മരണപ്പെട്ടതിൻ്റെ ഒരു അവശിഷ്ടവും ലഭിക്കാതിരുന്ന 33 ആളുകൾക്ക്, 33 കുടുംബങ്ങൾക്ക് അന്ന് 22 ലക്ഷം ഉറുപ്പിക വീതം സഹായം നൽകി. കുടുംബങ്ങളിലുള്ള ഓരോരുത്തർക്ക് ജോലി നൽകുന്ന നിലയും സ്വീകരിച്ചു. അപ്പോൾ അന്ന് 22 ലക്ഷം ഉറുപ്പിക പ്രകാരമാണ് നൽകിയത്. ഇന്നത് കുറേയും കൂടി കൊല്ലം കഴിഞ്ഞ പശ്ചാത്തലത്തിൽ അതിനേക്കാൾ കൂടുതൽ തുക നൽകാൻ ഇവർക്ക് സാധിക്കണം. 142 പേർക്കാണ് ഈ 22 ലക്ഷം ഉറുപ്പിക പ്രകാരമുള്ള സഹായം അന്ന് മൊത്തം നൽകിയത്. അതിൽ 33 കുടുംബങ്ങൾക്ക് സഹായം നൽകിയത് മരണപ്പെട്ടവരുടെ കൃത്യമായ വിവരങ്ങളൊന്നും ലഭിക്കാതെ തന്നെയാണ്. എന്നിട്ടാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് ചരിത്രത്തിലാദ്യമായി 7 വർഷം കാത്തിരുന്ന് മാത്രമേ ആനുകൂല്യങ്ങൾ നൽകാൻ സാധിക്കുകയുള്ളൂ, അത് ഞാൻ മാറ്റി ഇപ്പോൾ കൊടുക്കാൻ പോവുകയാണ് എന്ന്. കവളപ്പാറ മുണ്ടക്കൈ ദുരന്തത്തിലും ഈ രീതി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നത് എന്നെല്ലാവർക്കും അറിയാം. പിന്നെ ഹെലികോപ്റ്റർ ആദ്യമായി ഉപയോഗിച്ചത് ഇവിടെയാണ് എന്ന കളവും തട്ടിവിട്ടു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് ഇപ്പോഴാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓഖി ദുരന്തത്തിൻ്റെ ഘട്ടത്തിൽ 4 യുദ്ധവിമാനങ്ങളും നാവികസേനയുടെ 7 കപ്പലുകളും 2 ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചിരുന്നു. ഈ സമൂഹത്തോടാണ് പറയുന്നത് എന്നുള്ള ധാരണ വേണ്ടേ? എന്തു പറഞ്ഞാലും അതൊക്കെ അങ്ങോട്ട് വിശ്വസിച്ചു പോകുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് ധരിക്കാൻ പാടുണ്ടോ ഒരു മുഖ്യമന്ത്രി? അപ്പോൾ മുണ്ടക്കൈയിലും ഇതേ തരത്തിലുള്ള ഹെലികോപ്റ്റർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഈ ഒരു പശ്ചാത്തലത്തിൽ 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഭാവിയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഒന്ന്, ഈ കമ്മ്യൂണിക്കേഷന്, അതായത് ഇപ്പം കടലിൽ പോയതിന് ശേഷം പുതിയ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവരെ അറിയിക്കാൻ ഇപ്പോൾ സംവിധാനമില്ല. നേരത്തെ പറഞ്ഞ പോലെ സാറ്റലൈറ്റ് ഫോൺ അവർക്ക് ഉണ്ടായിരുന്നു, അതിപ്പോൾ റീചാർജ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് ISRO വികസിപ്പിച്ചെടുത്ത ഒരു സാങ്കേതിക വൈദഗ്ധ്യത്തോടു കൂടിയുള്ളതാണ് ഈ സാറ്റലൈറ്റ് ഫോൺ എന്ന് പറയുന്നത്. അതിന് എപ്പോഴും വിവരം കൊടുക്കാൻ നമുക്ക് സാധിക്കും, സിഗ്നൽ നൽകാൻ കഴിയും. അത് കേരളത്തിലെ എല്ലാ തീരപ്രദേശങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികൾക്കും നൽകാൻ സാധിക്കണം. അതിന് സൗജന്യമായി അവർക്ക് റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത് വഴിക്ക് വെച്ച് നിന്നു പോകും. അപ്പോൾ ആവശ്യമായ അത്ര പുതിയ സംവിധാനം രൂപപ്പെടുത്തി ഈ സാറ്റലൈറ്റ് ഫോൺ അവർക്ക് ലഭിക്കും എന്നുള്ളതിന് ഉറപ്പുണ്ടാക്കണം. അത് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമുള്ള ഒന്നാണ്. അത് രാജ്യത്ത് വികസിപ്പിച്ചത് ISRO ആണ്. അതിൽ 80% പ്രൈവറ്റ് മേഖലക്ക് നൽകി കഴിഞ്ഞു. ബാക്കി 20% നൽകിയിട്ടുള്ളത് പട്ടാളത്തിനാണ്. അപ്പോൾ അതിൽ നിന്ന് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവർക്ക് ഒരു ചെറിയ രീതിയിൽ മത്സ്യത്തൊഴിലാളികൾ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്. അതിപ്പോഴും നിലച്ചിരിക്കുകയാണ്. അത് അടിയന്തരമായി പുനഃസ്ഥാപിക്കണം.